എന്താ മോളെ, എന്തു പറ്റി? എന്താ ചിന്തിച്ചോണ്ടിരിക്കുന്നേ? അച്ഛന്റെ കാര്യം ആലോചിച്ചോണ്ടിരുന്നതാ രാധമ്മേ. മോള് വിഷമിക്കൊന്നും വേണ്ട, അച്ഛനൊന്നും സംഭവിക്കില്ലെന്നേ. ഇങ്ങനെയുള്ള അവസ്ഥകൾ ജീവിതത്തിൽ വരുമ്പോ മനസ്സിന് വലിയ കട്ടിയില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വരും. എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ വലിയ ഈശ്വരാനുഗ്രഹ. മോളതൊന്നും ആലോചിക്കണ്ട. ആലോചിച്ചിരുന്നാലേ വിഷമം കൂടത്തേ ഉള്ളൂ. ജേട്ടൻ പറഞ്ഞതുപോലെ ഒന്ന് സോപ്പിട്ട് നോക്കിയാലോ? ഏയ്, ശരിയാവില്ല. അവളെ സോപ്പിട്ട് നല്ലോണം പതപ്പിച്ചിട്ടും അവള് സ്വർണ്ണമൊന്നും തന്നില്ലെങ്കിലോ? അഥവാ തന്നാ തന്നെ മാക്സിമം 1-2 പവൻ തരും. അതുകൊണ്ട് എന്താവാനാ? അല്ല, ഞാനാണെങ്കിൽ കൊടുക്കൂ? 1 പവൻ പോയിട്ട് 1 ഗ്രാം പോലും കൊടുക്കില്ല. അപ്പൊ ഇനി നോർമൽ ട്രാക്കിൽ തന്നെ പിടിക്കാം. അതാ നല്ലത്. അതാവുമ്പോ സപ്പോർട്ടിന് രമ്യുണ്ടാവും. രുക്മിണിയമ്മ സ്ത്രീധനം എല്ലാം ക്ലിയർ ചെയ്ത് തരാന്ന് പറഞ്ഞതുവാ. ഒന്ന് ഇടിച്ച് താഴ്ത്തി വെക്കാം. അമ്മേ, എനിക്കൊരു 2000 രൂപ വേണം. അതിന് അവന്റെ ജോലിയൊക്കെ പോയില്ലേ? അവനിപ്പോ എന്ത് വരുമാനം ഉള്ളത്? ജോലി ഉണ്ടായിരുന്നപ്പോ എന്തെല്ലാം കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നതാ. ഇപ്പൊ കറിവേപ്പിലേക്ക് തുല്യമായി. നമുക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനി റോഡിലിറങ്ങി പിച്ച എടുക്കേണ്ടി വരും. അത്രയ്ക്ക് ഗതികേടിലായില്ലേ നമ്മള്? പ്രിയേ, എന്തൊക്കെയായി പറയുന്നത്? മോൾ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ? ആരിരുന്നാലും പറയാനുള്ളത് ഞാൻ പറയും. അല്ല, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അമ്മ പറ. ഈ കുടുംബത്തിൽ ആകെ ഉണ്ടായിരുന്ന വരുമാനമല്ലേ നിന്നത്? അങ്ങനെ നിൽക്കൊന്നുമില്ല. അവനെ ജോലി അന്വേഷിക്കുന്നുണ്ട്. എന്ത് ജോലി കിട്ടുമേ? എടുപിടിയിന്ന് കിട്ടുന്നതാണോ ഈ ജോലി? ഇനി അഥവാ കിട്ടിയാ തന്നെ 1 മാസം കഴിയണ്ടേ ശമ്പളം കിട്ടാൻ? അതുവരെ എന്ത് ചെയ്യും? ജീവിക്കണ്ടേ നമുക്കെല്ലാം? പ്രിയേ, മതി, നിർത്തിക്കേ. സിസ്റ്റർ, എന്താ? കുറച്ചു മുമ്പ് സിസ്റ്റർ ഒരു പേഷ്യന്റിനെ വീൽ ചെയറിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ലേ? അവരുടെ പേര് പത്മാവതി എന്നാണോ? അതെ. അവരെ അറിയോ? പരിചയമുണ്ടോ? എനിക്ക് പരിചയമില്ല. എന്റെ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് അവരെ അറിയാമെന്നും അവർക്ക് എന്ത് സംഭവിച്ചതാണെന്നും തിരക്കി വരാൻ. അതൊരു ആക്സിഡന്റ് കേസായിരുന്നു. ഒരു പെൺകുട്ടിയാണ് ഇവിടെ എത്തിച്ചത്. അവരുടെ തലക്കേറ്റ പരിക്കൽപ്പം ഗുരുതരമായിരുന്നു. ബട്ട് നൗ ഷീ ഈസ് ഫൈൻ. വേണ്ടപ്പെട്ടവരാരും ഇതുവരെ വരാത്തതുകൊണ്ടാ ഞങ്ങൾ അവരെ ഹോസ്പിറ്റലിൽ തന്നെ നിർത്തിയത്. ഇന്ന് അവരെ അന്വേഷിച്ച ഒരാൾ വന്നു. അല്പം മുമ്പ് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. ഉറപ്പായിട്ടും മാഡം. നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും ഡബിൾ സാലറി ഇവിടെ. എപ്പോഴാ ഇന്റർവ്യൂ? രാവിലെ തന്നെ പോണം മാഡം. ഈ ജോലി കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ കണക്കൂട്ടലുകളെല്ലാം തെറ്റും. സത്യം പറഞ്ഞ രാജു ഒരു നല്ല മനസ്സുള്ള ആളാ. അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കരുതെന്ന് കരുതുന്ന ആള്. അതെന്താ മാഡം അങ്ങനെ പറഞ്ഞ? ഞാൻ രാജുവിന്റെ ജീവിതത്തിലേക്ക് കയറി വന്നപ്പോ രാജുവിന്റെ ജോലി നഷ്ടപ്പെട്ടു. വരുമാനം നിലച്ചു. ഈ വീട്ടിലെ സന്തോഷം നഷ്ടമായി. ശ്രീയുടെ വിവാഹം മുടങ്ങി. പ്രിയച്ചിക്ക് ഭർത്താവിന്റെ അടുത്തേക്ക് പോവാൻ കഴിയാതെയായി. ഇതിത്രയും ഞാൻ എന്റെ കൺമുന്നിൽ കാണുന്ന പ്രശ്നങ്ങളാ. കാണാത്തത് ഇനിയും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന രാജു ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാനോ ഞാൻ കാരണമാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല.
എനിക്കറിയാം ഈ പ്രശ്നങ്ങൾക്കെല്ലാം എന്റെ ഒരാളുടെ ഒരു തീരുമാനം മാത്രമാണ് കാരണമെന്ന്. ഹേ മാഡം, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഈ വീട്ടിൽ ഇതിനു മുൻപും ഇതേപോലെ പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് എനിക്ക് നല്ല എക്സ്പീരിയൻസാ. എന്റെ ജീവിതത്തില് ഏകദേശം എക്കാലത്തും ഇതുപോലുള്ള വെല്ലുവിളികൾ തന്നെയാ. അത് ജീവിതകാലം മുഴുവനും ഉണ്ടാവും. ഒരിക്കലും ഒരു അവസാനം ഉണ്ടാവില്ല. ആ മാഡം, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. രാവിലെ പ്രിയേച്ചി മാഡത്തെ കുറ്റപ്പെടുത്തി സംസാരിച്ചിരുന്നു അല്ലേ? ഏയ്, കുറ്റപ്പെടുത്തി സംസാരിച്ചതൊന്നും അല്ലത്. പ്രിയച്ചിയുടെ വിഷമങ്ങൾ പറഞ്ഞതാ, അത്രയുള്ളൂ. മനസ്സിലായി. അമ്മയെല്ലാം പറഞ്ഞിരുന്നു എന്നോട്. പ്രിയേച്ചി അങ്ങനെയൊക്കെ സംസാരിച്ചതിന് മാഡം ക്ഷമിക്കണം. പ്രിയേച്ചിക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക. സോറി മാഡം. അയ്യോ, രാജു എന്തിനാ സോറിയൊക്കെ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതെല്ലാം എന്റെ ഒരാളുടെ തീരുമാനത്തിന്റെ ഫലമാണ്. അപ്പോ ഞാനല്ലേ ക്ഷമ ചോദിക്കേണ്ടത്? മാഡം ക്ഷമയൊന്നും ചോദിക്കണ്ട. ശരി, രാജുവിന്റെ തണല്ല ഞാനിപ്പോ, അല്ലേ? അച്ഛന്റെയും അമ്മയുടെയും പ്രിയേച്ചിയുടെയും ശ്രീയുടെയും ഐഷുവിന്റെ ഒക്കെ കൂടെ ഇപ്പോ ഞാനും. മാഡം, ഞാനേ ഇപ്പൊ ആരുടെ തണലിൽ പോയി നിൽക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. രാജു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രാജുവിന്റെ തണല എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ആശ്വാസം. വല്ലാത്തൊരു കംഫർട്ട് ഫീൽ ചെയ്യും രാജുവിന്റെ കരുതലെന്ന ആ തണലിൽ നിൽക്കുമ്പോ. ഓരോ പ്രതിസന്ധികളെയും പിഴുതെറിയാനുള്ള ഊർജം കിട്ടും ആ തണലിൽ നിൽക്കുമ്പോ. മാഡം, എന്റെ രാജു ഒന്നും പറയണ്ട.